അങ്ങനെ ഫൈനലി DC യൂണിവേഴ്സിന്റെ ആദ്യ മൂവി ആയിട്ടുള്ള സൂപ്പർമാൻ വേൾഡ് വൈഡ് റിലീസ് ആയിരിക്കുകയാണ്. മൂവി ഇറങ്ങിയപ്പോൾ തൊട്ട് തന്നെ ഈ ഒരു മൂവിയെ പറ്റി പല അഭിപ്രായങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെങ്കിൽ തന്നെയും ഈ ഒരു മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുമായിട്ട് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. സത്യത്തിൽ ഒരു കോമിക് ബുക്ക് ഫാൻ എന്ന നിലയിൽ വളരെയധികം ഹാപ്പിയോടുകൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരു കോമിക് സ്ട്രിപ്പ് വായിക്കുന്ന പോലെ ഞാൻ കോമിക്സിൽ എങ്ങനെയാണ് സൂപ്പർമാനെ കണ്ടിരുന്നത് അതിനെ കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യുവാൻ ജെയിംസ് ഗണ്ണിന് സാധിച്ചു എന്ന് തന്നെയാണ് ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. എന്ന് വെച്ച് ഈ ഒരു മൂവിക്ക് നെഗറ്റീവുകൾ ഇല്ല എന്നല്ല, ഒരുപാട് നെഗറ്റീവുകളുണ്ട്. അത് നമുക്ക് വീഡിയോയുടെ അവസാനം പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ സൂപ്പർമാനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഡേവിഡ് കോൺസ്വെറ്റ് ഒരു എയർലി ഡെവലപ്പിംഗ് സ്റ്റേജിലുള്ള സൂപ്പർമാനെ കൃത്യമായിട്ട് പുൾ ഓഫ് ചെയ്ത് നമ്മുടെ മുമ്പിൽ കാണിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. സൂപ്പർമാനോടൊപ്പം ഈ ഒരു മൂവിയിൽ വന്നിട്ടുള്ള ലൂയിസ് ലെയ്ൻ ആണെങ്കിലും ജസ്റ്റിസ് ഗ്യാങ്ങിലെ ഓരോ മെമ്പേഴ്സിനാണെങ്കിലും വെറുതെ മൂവിയിൽ ഒരു സൈഡ് ആക്ടേഴ്സ് ആയിട്ട് മാത്രം കൊണ്ടുവരാതെ അവർക്കും പലതും ചെയ്യാനുള്ളത് കാണിച്ചു തരുന്നുമുണ്ട്. കമ്പാരിറ്റീവ്ലി അത്രയധികം യൂസ് ചെയ്യാതിരുന്നത് ഹോക്കേളെ മാത്രമാണ്. ഈവൻ ദോ മിസ്റ്റർ ടെറിഫിക്കും ഗ്രീൻ ലാന്റേണും തമ്മിലുള്ള ആ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ആണെങ്കിലും വളരെ രസകരമായിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതുപോലെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട മറ്റൊരു ക്യാരക്ടറാണ് മെറ്റമോർഫോ. ലെക്സ് ലൂതറിന്റെ ഇൻഫ്ലുവൻസ് മൂലം സൂപ്പർമാൻ എതിരായിട്ടാണ് ഈ ഒരു ക്യാരക്ടർ വരുന്നതെങ്കിലും ഇമോഷണലി അത് ബാലൻസ് ചെയ്യാൻ സാധിച്ചിട്ടുമുണ്ട്. ഇനി സൂപ്പർമാന്റെ ആർച്ച് നെമിസിസ് ആയിട്ടുള്ള ലെക്സ് ലൂതറിനെ പറ്റി പറയുകയാണെങ്കിൽ ചില നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ തന്നെയും ആദ്യം പോസിറ്റീവ് കാര്യങ്ങൾ നമുക്ക് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നിക്കോളസ് ഹോൾട്ട് എന്ന ആക്ടർ, പുള്ളിക്കൊരു സല്യൂട്ട് കൊടുക്കണം. കാരണം നമ്മളെ വെറുപ്പിക്കുന്ന രീതിയിൽ ലെക്സ് ലൂതറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് വേണമെങ്കിൽ പറയാം. ഇനി ക്യാരക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ കോമിക്സിൽ എങ്ങനെയാണോ ലെക്സ് ലൂതർ, പുള്ളിക്കാരന്റെ ഇന്റലിജൻസും കാൽക്കുലേഷൻസും എത്രത്തോളം ഡേഞ്ചറസ് ആണെന്ന് കാണിച്ചു തരുന്നുണ്ട്. ഈവൻ 3 വർഷമായി സൂപ്പർമാനെ ഫോളോ ചെയ്ത് പുള്ളിയുടെ മൂവ്മെന്റ്സ് എന്താണെന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് സൂപ്പർമാൻ ഒരു ഫൈറ്റ് ചെയ്യുന്നതിന് മുമ്പേ സൂപ്പർമാനെ എങ്ങനെ ഡിഫീറ്റ് ചെയ്യാം എന്നുള്ള ആ ഒരു കാലിബർ, ഫിസിക്കലി മാത്രമല്ല മെന്റലിയും സൂപ്പർമാനെ എങ്ങനെയെല്ലാം വീക്ക് ചെയ്യാം എന്നുള്ള ആ ഒരു ഐഡിയ വളരെ മികച്ച രീതിയിൽ തന്നെ കാണിച്ചു തരുന്നുമുണ്ട്. അടുത്തത് മൂവിയുടെ ഷോ സ്റ്റീലർ ക്രിപ്റ്റോ. ആനിമൽസിലെ കൈകാര്യം ചെയ്യുന്നതിൽ ജെയിംസ് ഗണ്ണിന്റെ പ്രാവീണ്യം നമ്മൾ ഓൾറെഡി ഗാർഡിയൻസ് മൂവിയിലൂടെ കണ്ടാണ്. അതിന്റെ തന്നെ ബാക്കിയാണ് ക്രിപ്റ്റോയെ ഈ ഒരു മൂവിയിലൂടെ കാണിച്ചിരിക്കുന്നത്. ഓവറോൾ ഈ ഒരു മൂവിയിലെ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാം വളരെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി പറയുകയാണെങ്കിൽ ഈ ഒരു മൂവിയിലെ മറ്റൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് സൂപ്പർമാൻ എന്ന ക്യാരക്ടറിനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഒറിജിനൽ ഒരു ചെറിയ മാറ്റം കൊണ്ടുവന്നു എങ്കിൽ തന്നെയും സൂപ്പർമാന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, കോമിക്സിലുള്ള ക്യാരക്ടർ. അതായത് സൂപ്പർമാൻ എന്ന് പറയുന്നത് സിംബൽ ഓഫ് ഹോപ്പ് ആണ്, ഒരു പ്രതീക്ഷയാണ്. ഒരു അപകടം നമുക്ക് സംഭവിക്കുമ്പോൾ നമ്മളെ സംരക്ഷിക്കുവാനായി സൂപ്പർമാൻ വരും എന്നുള്ളൊരു വിശ്വാസം, ആ ഒരു ഹോപ്പ് നിലനിർത്തുന്ന ക്യാരക്ടർ, ആ ഒരു ഹോപ്പ്നെസ് കൃത്യമായിട്ട് കൊണ്ടുവരുവാനായിട്ട് ഈ ഒരു മൂവിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഇതിനു മുമ്പേ നമ്മൾ കണ്ടുണ്ടായിരുന്ന ഹെൻറി കാവിലിന്റെ വേർഷൻ നോക്കുകയാണെങ്കിൽ സൂപ്പർമാൻ ഒരു ഗോഡ് ലൈക്ക് ബീങ് ആയിട്ടാണ് അവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി സൂപ്പർമാന്റെ ഒരു ഹ്യൂമൻ സൈഡാണ് ഈ ഒരു മൂവിയിലൂടെ കൂടുതലായിട്ടും എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്നൈഡർവേഴ്സ് കണ്ടപോലെ ഒരു ഗോഡ് ലൈക്ക് ബീങ് എന്നതിലുപരിയായി തങ്ങളുടെ ഒരു സുഹൃത്ത് എന്ന രീതിയിലാണ് പലരും സൂപ്പർമാനെ ഇവിടെ കാണുന്നത്. സൂപ്പർമാന്റെ ക്യാരക്ടർ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഇനി മൂവിയുടെ നെഗറ്റീവ്സിലേക്ക് കടക്കാം. പ്രധാനമായിട്ടും ഈ ഒരു മൂവിക്ക് ഒരു മികച്ച സ്റ്റോറി ലൈൻ ഇല്ല എന്നതാണ്. നമ്മൾ സ്ഥിരം കാണുന്ന സൂപ്പർ ഹീറോ മൂവീസിന്റെ തന്നെ സ്റ്റോറി ലൈൻ തന്നെയാണ് ഇവിടെ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. എങ്കിൽ തന്നെയും അതിൽ വളരെയധികം വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുമുണ്ട്. ഈവൻ ക്ലൈമാക്സിലും അതിന് മുമ്പൊക്കെ ആയിട്ട് വരുന്ന ചില ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആണെങ്കിലും അത്യാവശ്യം മൂവീസ് ഒക്കെ കാണുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാവുന്ന ഒന്ന് തന്നെയായിരുന്നു. മറ്റൊരു നെഗറ്റീവ് നോക്കുകയാണെങ്കിൽ മൂവിയിലെ വില്ലന്മാരുടെ കാര്യം തന്നെ എടുത്തു പറയേണ്ടി വരും. നിക്കോളസ് കേജ് വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ലെക്സ് ലൂതറിനെ കൈകാര്യം ചെയ്തിരിക്കുന്നത് എങ്കിൽ തന്നെയും വൈ ഹി ഹേറ്റ് സൂപ്പർമാൻ എന്നൊരു ചോദ്യം വളരെ വലുത് തന്നെയാണ്. സൂപ്പർമാനെ ഇത്രത്തോളം വെറുക്കുവാൻ സൂപ്പർമാൻ എന്താണ് ലെക്സ് ലൂതറിനോട് ചെയ്തത് എന്നതിനുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുവാൻ ഇവിടെ സാധിച്ചിട്ടില്ല. ഈവൻ ദോ ലെക്സ് ലൂതറിന്റെ പല ഈവിൾ പ്ലാനുകൾക്ക് സൂപ്പർമാൻ വിലങ്ങുതടിയാണെന്ന് പറയുന്നെങ്കിൽ തന്നെയും ഇത്രമാത്രം വെറുക്കുവാനുള്ള ഒരു പ്രോപ്പർ റീസൺ ആയി അത് മാറുന്നുമില്ല. പിന്നെ മൂവിയുടെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് മൂവിയുടെ 2 പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ്. എൻഡിങ്ങിൽ ഒരു സർപ്രൈസ് കൊണ്ടുവന്നു എങ്കിൽ തന്നെയും പോസ്റ്റ് ക്രെഡിറ്റ് സീനിലേക്ക് വരുമ്പോൾ DCയുടെ തന്നെ ഒരു ഫസ്റ്റ് മൂവി, ഒരു യൂണിവേഴ്സിന്റെ തുടക്കം എന്നൊക്കെ പറയുമ്പോൾ 2 പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഒരെണ്ണമെങ്കിലും ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന ഏതെങ്കിലും ഒരു മൂവിനെ ചെറുതായിട്ടെങ്കിലും ഒന്ന് ടീസ് ചെയ്തിരുന്നെങ്കിൽ പോലും ഇത്ര വിഷമം ഉണ്ടാവത്തില്ല. മിഡ് ക്രെഡിറ്റ് സീന് ശേഷം ആ ഒരു ക്രെഡിറ്റ്സ് മൊത്തം കുത്തിയിരുന്ന് കണ്ടിട്ടും ഒന്നും ലഭിച്ചില്ല എന്നതിന്റെ ഒരു വലിയ നിരാശയും എനിക്കുണ്ട്. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു നെഗറ്റീവും കൂടി ഉണ്ട്. അത് എന്റെ മാത്രം അഭിപ്രായമല്ല, എന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ചിലർ എന്നോടൊപ്പം മൂവി കണ്ടതിന് ശേഷം അവർ എന്നോട് പറയണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കോമിക് ബുക്ക് ഫാൻ എന്നതിലുപരി ജനറൽ ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ സ്നൈഡർ മൂവീസിൽ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഹെൻറി കാവിലിന്റെ ഓറ അത് കൊണ്ടുവരുന്നതിൽ ഈ ഒരു സൂപ്പർമാൻ മൂവി പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. പക്ഷേ സൂപ്പർമാൻ ഇപ്പോഴും ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് എന്നതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാരക്ടറിന്റെ ആർക്ക് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആവുമ്പോൾ അതിനൊരു മാറ്റം വരുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. എന്തായാലും ഈ ഒരു മൂവി നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ മറക്കാതെ തന്നെ ചെക്ക്ഔട്ട് ചെയ്യുക. DCയുടെ ഭാഗത്തു നിന്നും ഈ അടുത്തിറങ്ങിയതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് മൂവി തന്നെയാണ് സൂപ്പർമാൻ. മൂവി കണ്ടിട്ടുള്ളവർ അവരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കോമിക് മോജോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കൊടുത്തിരുന്ന ലിങ്കുകളിലൂടെ മറക്കാതെ തന്നെ നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ്. നിങ്ങൾ എന്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക്
നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി വന്നു തരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ് ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.